ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഇനി നമ്മൾ വേദിയിൽ ഒരു സെറ്റ് ഓഫ് അവാർഡ്സ് ഒരുമിച്ച് സമ്മാനിക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം തന്നെ അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സ് നൽകുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഈ വേദി പങ്കിടുന്നതിനായി ശ്രീ PS സിബി, ചെയർമാൻ കേരള വിഷൻ ന്യൂസ്, ശ്രീ പ്രജേഷ് അച്ചാണ്ടി, MD കേരള വിഷൻ ന്യൂസ്, ശ്രീ K ഗോവിന്ദൻ, ചെയർമാൻ KCCL, ശ്രീ അൻസാരി കോയപ്പറമ്പൻ, സ്റ്റേറ്റ് സെക്രട്ടറി COA സ്റ്റേറ്റ് സെക്രട്ടറി, വിജയകൃഷ്ണൻ K, സിഡ്കോ പ്രസിഡന്റ്, ശ്രീ രജനീഷ്, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ ഷുക്കൂർ കോലിക്കര, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ സുബ്രഹ്മണ്യൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ ഷിബു, COA ഡിസ്ട്രിക്ട് സെക്രട്ടറി, ശ്രീ സുമേഷ്, കേരള വിഷൻ ന്യൂസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ, ശ്രീ സാജൻ P മാത്യു, മാനേജിംഗ് ഡയറക്ടർ, മരിയാസ് ഹെർബൽ ഓയിൽ, ശ്രീ ശിവപ്രസാദ്, യെല്ലോ ക്ലൗഡ് ചെയർമാൻ. ഇത്രയും പേരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അടുത്തത് വേദിയിൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് അവാർഡ്സ് നമ്മൾ സമ്മാനിക്കാൻ പോവുകയാണ്. ഞാൻ ക്ഷണിക്കുന്നതനുസരിച്ച് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വന്ന് അവാർഡ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവർക്കുള്ള അവാർഡ് സമ്മാനിക്കുന്നതിനായി ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും ആദ്യം അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നത് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് 2025-ൽ ഊർജ സംരക്ഷണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് ആദ്യത്തേത്. ആദ്യത്തെ അവാർഡ് സമ്മാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം നമ്മളുടെ അടുത്ത് 2 വാക്കുകൾ സംസാരിക്കാൻ പോവുകയാണ്. സർ പ്ലീസ്. ഹലോ എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്നറിയാം. പക്ഷേ ഈ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം ഈ വേദി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കേരള വിഷനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ TV പ്രൊവൈഡറാണ് കേരള വിഷൻ. കേരളത്തിലെ 30 ലക്ഷത്തോളം വീടുകളിൽ കേബിൾ TV സേവനം എത്തിക്കുന്നു എന്ന് മാത്രമല്ല, 13 ലക്ഷത്തിലധികം വീടുകളിൽ ബ്രോഡ്ബാൻഡ് സേവനവും കേരള വിഷൻ എത്തിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തിലേറെ വീടുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് കേരള വിഷൻ. 40 ലക്ഷം വീടെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയിലേറെ ഉപഭോക്താക്കൾ കേരള വിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും അധികം വീടുകളുമായി സാധാരണക്കാരുമായി ഇടപഴകുന്ന ഒരു നെറ്റ്വർക്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായ വാർത്തകൾ, ആ വിഷയങ്ങൾ മറ്റ് ചാനലുകൾക്കപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു മാധ്യമ സ്ഥാപനം കൂടി കേരള വിഷനുണ്ട്. അപ്പോൾ കേരള വിഷൻ ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ മാധ്യമ സ്ഥാപനം വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിക്കാണ് കേരളത്തിൽ തുടക്കമിട്ടത്. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതിരുന്ന, അല്ലെ ആരും വേണ്ടത്ര വില കൊടുക്കാതിരുന്ന ഒരു മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും നമുക്കറിയാം കുടുംബശ്രീയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വനിതകളെ സംബന്ധിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം, ഈ സമൂഹത്തിന്, ഈ നാടിന് അവർ നൽകുന്ന സേവനത്തിന് വേണ്ടത്ര വില നൽകുവാൻ നമ്മളൊക്കെ പറയുമ്പോഴും അവരെ അംഗീകരിക്കുവാൻ ഒരു മടി കാട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള വിഷൻ അവരുടെ ആ മികവുകളെ മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട വേദി നൽകി അവരെ ആദരിക്കുവാൻ, കൂടുതൽ മികവാർന്ന മേഖലകളിലേക്ക് കടന്നു പോകാൻ പ്രചോദനമേകുവാൻ കേരള വിഷൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇത്തരത്തിലുള്ള വേദിയിലേക്ക് ക്ഷണിച്ച് ആദരിച്ച് അവരെ അംഗീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നടത്തുന്ന 10ാമത്തെ വേദിയാണിത്. 10ാമത്തെ ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനു മുമ്പ് നടന്ന 10 ജില്ലകളിലും വലിയ
പ്രതികരണവും വളരെ പ്രോത്സാഹനവുമാണ് ഈ പരിപാടിക്ക് കിട്ടിയത്. തീർച്ചയായും ആലപ്പുഴയിലും അതേ അനുഭവം തന്നെയാണ്. നമുക്കറിയാം എത്രയും പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും വരെ ഇവിടെ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അവർ ഈ സമൂഹത്തിന് നൽകുന്ന അവരുടെ ആ അനുഭവങ്ങളെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വരച്ചു കാട്ടുവാൻ കേരളാവിഷൻ ഒരു വേദി ഒരുക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും നിങ്ങൾ അതിനോട് കാണിക്കുന്ന ഈ സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് ഞാൻ കേരളാവിഷൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ള ഞങ്ങളുടെ നന്ദി, എല്ലാവരുടെയും നന്ദി ഞാൻ അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തത് നമുക്ക് ശ്രീ പ്രവീൺ മോഹൻ, അദ്ദേഹത്തിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. ആദ്യം ഊർജ്ജ സംരക്ഷണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് നമ്മൾ സമ്മാനിക്കുന്നത്. സൺറൈസ് LED ആൻഡ് സോളാർ സിസ്റ്റംസ്, പാനൂർ, പല്ലന. സൺറൈസിന്റെ മെമ്പേഴ്സ് എല്ലാവരും ശ്രീ പ്രവീൺ മോഹൻ അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു അവാർഡ്, ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുകയാണ്. സൺറൈസ് LED ആൻഡ് സോളാർ സിസ്റ്റംസ്, പാനൂർ, പല്ലന. ഊർജ സംരക്ഷണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് സൺറൈസ് ഗ്രൂപ്പ്, സൺറൈസ് മെമ്പേഴ്സ് ഇപ്പോൾ ശ്രീ പ്രവീൺ മോഹനിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ അടുത്തത് വസ്ത്രനിർമ്മാണ രംഗത്തെ മികവ് കൊണ്ട് അവാർഡിന് അർഹരായിരിക്കുന്നവരാണ്. A-Star Nighties, കലവൂർ. A-Star ടീം മെമ്പേഴ്സ്, A-Star മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ പ്രവീൺ തന്നെയാണ് ഇവർക്കുള്ള അവാർഡും സമ്മാനിക്കുന്നത്. വസ്ത്രനിർമ്മാണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് A-Star Nighties, കലവൂറിന് ഇപ്പോൾ ശ്രീ പ്രവീൺ സമ്മാനിക്കുന്നത്. അതിനുശേഷം പ്രകൃതി സൗഹൃദ സംരംഭ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത്. And that award goes to ശാലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ, ചിങ്ങോലി. ശാലഭം ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. A-Star ആണ് ഇപ്പോൾ അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുന്നത്. അടുത്തത് ശാലഭം ഇവന്റ് മാനേജ്മെന്റ് ഡെക്കറേഷൻ, ചിങ്ങോലി. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രകൃതി സൗഹൃദ സംരംഭ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ശാലഭം ഇവന്റ് മാനേജ്മെന്റ് ഡെക്കറേഷന് ലഭിച്ചിരിക്കുന്നത്. ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ, ചിങ്ങോലി. അടുത്ത അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ഭക്ഷ്യോൽപ്പന്ന വൈവിധ്യ രംഗത്തെ മികവിനുള്ള പുരസ്കാരം ഇഷാസ് ബൈ ആൻഡ് സെൽ, ദേവികുളങ്ങര. ഇഷാസ് മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ഭക്ഷ്യോൽപ്പന്ന വൈവിധ്യ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ശ്രീ പ്രവീൺ നൽകുന്നത്. ഏറ്റുവാങ്ങുന്നത് ഇഷാസ് ബൈ ആൻഡ് സെൽ, ദേവികുളങ്ങര. അടുത്തത് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് AVS രുചി, മാരാരിക്കുളം. AVS ടീം മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്തെ മികവിനുള്ള പുരസ്കാരം ഇവർ ഏറ്റുവാങ്ങുന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ അടുത്തത് ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള അവാർഡാണ്. ഈ അവാർഡിന് അർഹരായിരിക്കുന്നത് നന്മ ഫുഡ് പ്രോഡക്ട്സ്, പാലമേൽ, നൂറനാട്. നന്മ ഫുഡ് പ്രോഡക്ട്സ് ടീം മെമ്പേഴ്സിനെ റെഡിയായിട്ട് നിൽക്കണം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് നന്മ ഫുഡ് പ്രോഡക്ട്സ്, പാലമേൽ, നൂറനാടിന് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയവർക്കുള്ള മെഡൽ ദാനമാണ്. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ രംഗത്തെ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയത് ജാക്ക് വേൾഡ് ആറാട്ടുവഴി വാർഡ്, ആലപ്പുഴ. ജാക്ക് വേൾഡ് ആറാട്ടുവഴി വാർഡ്, ആലപ്പുഴ. പെട്ടെന്ന് വന്ന് വാങ്ങിക്കണം. അടുത്തത് കേരള വിഷന്റെ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായി ഞാൻ ക്ഷണിക്കുന്നത് ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയത് ഡേവീസ് ഫ്ലോ മിൽ, പൂച്ചാക്കൽ. ഡേവീസ് ഫ്ലോ മിൽ, പൂച്ചാക്കൽ. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025-ൽ ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികവിന് ഡേവീസ് ഫ്ലോ മിൽ, പൂച്ചാക്കൽ. അതിനുശേഷം കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിൽ IT രംഗത്തെ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ്
കിട്ടിയിരിക്കുന്നത് പെർഫെക്റ്റ് IT സെന്റർ തൃക്കുന്നപ്പുഴ. പെർഫെക്റ്റ് IT സെന്റർ തൃക്കുന്നപ്പുഴ അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കുമുള്ള ഇവിടെ അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ പ്രവീൺ മോഹനാണ്. കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ ഇപ്പോൾ സമ്മാനിക്കുന്നത് ദേവീസ് ഫ്ലോ മിൽ പൂച്ചാക്കൽ ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികവിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഇവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അടുത്തത് IT രംഗത്തെ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ദ പെർഫെക്റ്റ് IT സെന്റർ തൃക്കുന്നപ്പുഴ. അടുത്ത അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി കൺസ്ട്രക്ഷൻ രംഗത്തെ മികവിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡാണ് ഫ്രണ്ട്സ് കൺസ്ട്രക്ഷൻ. ഫ്രണ്ട്സ് കൺസ്ട്രക്ഷൻ ടീമിനടുത്ത് റെഡിയായിട്ട് നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത സെറ്റ് അവാർഡ് സമ്മാനിക്കുന്നതിനായി ശ്രീ സാജൻ പി മാത്യു, മാനേജിംഗ് ഡയറക്ടർ മരിയ ഹെർബൽ ഓയിൽ. ശ്രീ സാജൻ സാറിനെ ക്ഷണിക്കുകയാണ് അടുത്ത സെറ്റ് അവാർഡ് സമ്മാനിക്കുന്നതിനായി. ആൻഡ് അവാർഡ് കൺസ്ട്രക്ഷൻ രംഗത്തെ മികവിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ഫ്രണ്ട്സ് കൺസ്ട്രക്ഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്. അവർക്കുള്ള അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ സാജൻ പി മാത്യു. താങ്ക് യു. അടുത്ത അവാർഡ് സമ്മാനിക്കുന്നതിനായി വീണ്ടും ഞാൻ ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെ വീണ്ടും ഞാൻ ക്ഷണിക്കുന്നു. അടുത്തത് ഒരു ബിസിനസ് എക്സലൻസ് അവാർഡാണ്. ആയുർവേദ ബ്യൂട്ടി പ്രോഡക്ട്സ് രംഗത്ത് തനതായ സംഭാവനകൾ നൽകിയ മരിയാസ് നാച്ചുറൽസിന്റെ CEO ഡോക്ടർ മരിയ സാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ മരിയ സാജൻ വനിതാ സംരംഭകയായ മരിയയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ്, ആദരവാണ് ഇപ്പോൾ വേദിയിൽ സമ്മാനിക്കുന്നത്. UK പാർലമെന്റിൽ വെച്ച് ആദരിക്കപ്പെട്ടിരുന്നു ഇവർ. ഇപ്പോൾ നമ്മുടെ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് 2025-ൽ ശ്രീ പ്രവീൺ മോഹൻ, കേരള വിഷൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ ഇവിടെ ബിസിനസ് എക്സലൻസ് അവാർഡ് സമ്മാനിക്കുകയാണ് ഡോക്ടർ മരിയ സാജന്. Thank you everyone. Thank you all. Thank you so much. അങ്ങനെ ഒരു 11 അവാർഡ്സ് ആണ് നമ്മളിപ്പോൾ ഈ വേദിയിൽ കൊടുത്തത്. ഈ 11 അവാർഡ്